എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അമ്യൂസ്മെന്റ് പാർക്കിൽ പോയി അടിച്ചു പൊളിക്കുക എന്നത്. അങ്ങനെ നമ്മുടെ ആതിരപ്പള്ളിയിലുള്ള സിൽവർ സ്റ്റോൺ പാർക്കിൽ ഒരിക്കലെങ്കിലും പോയി തിമിർക്കാത്തവർ ഉണ്ടാകില്ലെന്നുറപ്പാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് സിൽവർ സ്റ്റോൺ പാർക്ക് ഗംഭീര വളർച്ചയ്ക്കൊരുങ്ങുന്ന കാര്യമാണ്. അതിന്റെ ഭാഗമായി സിൽവർ സ്റ്റോൺ ഓഹരി വിപണിയിലേക്ക് ചുവടുവെക്കുകയാണ്. നാളെ മുതൽ, അതായത് ജൂലൈ 24 മുതൽ കമ്പനിയുടെ IPO വരികയാണ്. ഇതിലൂടെ 82.43 കോടി രൂപ സമാഹരിക്കാനാണ് സിൽവർ സ്റ്റോൺ ലക്ഷ്യമിടുന്നത്. മൊത്തം 61.98 ലക്ഷം പുതിയ ഓഹരികളാണ് വിറ്റഴിക്കാനൊരുങ്ങുന്നത്. 10 രൂപ മുഖവിലയുള്ള ഓഹരി ഒന്നിന് 123, 133 രൂപ നിലവാരത്തിലാണ് വിൽപ്പനയ്ക്കൊരുങ്ങുന്നത്. IPO ഈ മാസം 28-ന് അവസാനിക്കും. തുടർന്ന് ജൂലൈ 31-ന് BSEയിലും NSEയിലും കമ്പനി ലിസ്റ്റ് ചെയ്യുകയും ചെയ്യും. ചുരുങ്ങിയത് 2000 ഓഹരികളാണ് വാങ്ങേണ്ടത്. തുടർന്ന് 1000 ഓഹരികളുടെ ഗുണിതങ്ങളായിട്ടും വാങ്ങാം. അങ്ങനെ ഒരു കേരള കമ്പനി കൂടി ഓഹരി വിപണിയിലേക്ക് കടക്കുകയുമാണ്. ഈ കിട്ടുന്ന തുക ലക്നൌവിൽ സ്നോ പാർക്കും കുടുംബത്തോടൊപ്പം ഉല്ലസിക്കാനുള്ള സെന്ററും തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. ഒപ്പം അതിരപ്പള്ളിയിലെ തീം പാർക്ക് കൂടുതൽ അടിപൊളിയാക്കാനും കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാനാണ് കമ്പനി തയ്യാറെടുക്കുന്നതെന്ന് മാനേജിംഗ് ഡയറക്ടർ ഷാലിമാർ AA പറഞ്ഞു. ഏതൊരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുക IPO എന്ന് പറഞ്ഞ ഒരു സ്വപ്നമാണ്. ഞങ്ങളും ഏതാണ്ട് അതിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. നാളെ ഞങ്ങളുടെ ആങ്കർ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇഷ്യൂ ഓപ്പൺ ആണ്. പബ്ലിക് ഇഷ്യൂ 24, 27, 28 ഈ മാസം, ഈ വരുന്ന വെള്ളിയാഴ്ച. ശനി ഞായറും സ്റ്റോക്ക് എക്സ്ചേഞ്ച് അവധിയാണ്. അതുകൊണ്ട് തിങ്കൾ ചൊവ്വ 3 ദിവസമാണ് സാധാരണ ലിസ്റ്റിംഗ് ഉണ്ടാകുക. ഏതാണ്ട് 82.43 കോടി രൂപയാണ് പബ്ലിക് ലിസ്റ്റിംഗിലൂടെ കമ്പനി സമാഹരിക്കുന്നത്. ഈ പബ്ലിക് ലിസ്റ്റിംഗിന്റെ ഉദ്ദേശം നമ്മുടെ സംസ്ഥാനത്തും അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തായാലും ഇന്ത്യയിലെ 2 ടയർ സിറ്റീസോ 3 ടയർ സിറ്റീസിൽ ഫാമിലി എന്റർടൈൻമെന്റ് സെന്റേഴ്സോ അല്ലെങ്കിൽ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനുള്ള സ്ഥലങ്ങളില്ല. നമ്മൾ ഉദാഹരണത്തിന് കൊച്ചിയിലെല്ലാം ഫെസിലിറ്റി ഉണ്ട്, അതുപോലെ മറ്റു ജില്ലകളിൽ ഇല്ല. അതുപോലെ നമ്മുടെ നാഷണൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ ബോംബെ, ഡൽഹി, ബാംഗ്ലൂർ, അതുപോലെ ഹൈദരാബാദ്, ചെന്നൈ ഇതുപോലുള്ള മെട്രോ സിറ്റികളിൽ നിരവധി ഫാമിലി എന്റർടൈൻമെന്റ് സെന്റേഴ്സോ അല്ലെങ്കിൽ കുടുംബത്തിൽ പോയി കുട്ടികളുമായിട്ട് എൻജോയ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. മറ്റു 2 ടയർ സിറ്റീസിലും 3 ടയർ സിറ്റീസിലും സിറ്റീസ് ഡെവലപ്പ് ചെയ്തെങ്കിലും അവിടെയൊന്നും ഇതുപോലത്തെ ഫാമിലി എന്റർടൈൻമെന്റ് സെന്റേഴ്സ് ഇല്ല. അപ്പം ഞങ്ങൾ ലിസ്റ്റിംഗ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 1/2 ഡസൻ സ്നോ പാർക്കുകളും ഇൻഡോർ അമ്യൂസ്മെന്റും കുറച്ച് 1-2 വലിയ കേബിൾ കാർ വലിയ മൂലധനം ആവശ്യമാണ് കേബിൾ കാറിന്. അതിൻ്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ 1-2 കേബിൾ കാറും അടുത്തൊരു 3 വർഷത്തിനുള്ളിൽ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ പദ്ധതി. ലിസ്റ്റിംഗിന്റെ ഭാഗമായിട്ട് ഏതാണ്ട് 82.43 കോടി രൂപയിലും നിലവിൽ സിൽവർ സ്റ്റോമിന്റെ സ്നോ പാർക്ക് മിക്കവാറും സീസണിലൊക്കെ കൂടുതൽ ഓവർ ക്രൗഡഡ് ആണ്. അപ്പം അതിൻ്റെ കപ്പാസിറ്റി ഒന്ന് കൂട്ടുന്നുണ്ട്. പിന്നെ ധാരാളം കോർപ്പറേറ്റ് മീറ്റിംഗ്സുകൾക്കുള്ള എൻക്വയറി ഉണ്ട്, കൊച്ചിയിൽ നിന്നായാലും തൃശ്ശൂരിൽ നിന്നായാലും. ഈ IPO പോലെ തന്നെ ഞങ്ങളെ സംബന്ധിച്ച് വളരെയധികം പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് കേബിൾ കാർ, ഏതാണ്ട് 1.25 കിലോമീറ്റർ നീളമുള്ള കേബിൾ കാർ. അതിരപ്പള്ളി സിൽവർ സ്റ്റോമിൻ്റെ ഒരു ലൊക്കേഷൻ്റെ ഒരു പ്രത്യേകത, വെസ്റ്റേൺ ഘാട്ട് നമ്മുടെ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും മനോഹരമായ പ്രദേശമാണ്. ചുറ്റും മലകളാണ്, പാർക്കിന് ചുറ്റും മലകളും അതിമനോഹരമായ ചാലക്കുടി പുഴയാണ് റോഡിന്റെ ഫ്രണ്ടിൽ. ഏകദേശം 40 മീറ്റർ ഉയരത്തിൽ പശ്ചിമഘട്ടത്തിന്റെ വെസ്റ്റേൺ ഘാട്ടിന്റെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളും സിൽവർ സ്റ്റോമിന്റെ ആകാശ കാഴ്ചയും കാണാവുന്ന രീതിയിലാണ് കേബിൾ കാർ ഒരുക്കിയിട്ടുള്ളത്. കേബിൾ കാർ നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ കാണുന്ന, ഇപ്പോൾ സിംഗപ്പൂരോ മലേഷ്യ, ലണ്ടനിലുണ്ട്, തുർക്കിയിലുണ്ട്, ഇവിടെയൊക്കെ കാണുന്ന കേബിൾ കാറുകളുടെ വളരെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കേബിൾ കാറാണ്. 4 സൈഡും ഗ്ലാസ്സാണ്, 100% ഗ്ലാസ്സാണ്. എല്ലാ വശത്തെയും കാഴ്ചകൾ കാണാൻ ഉള്ള രൂപത്തിലാണ് കാറുകളെല്ലാം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പോൾ
കേബിൾ കാറിന് സാധാരണ 2 സ്റ്റേഷൻ ഉണ്ടാവാം. ഒന്ന് ലോവർ സ്റ്റേഷൻ, നമ്മൾ കയറുന്ന സ്റ്റേഷനും അപ്പർ സ്റ്റേഷനും. അപ്പർ സ്റ്റേഷനിൽ നിങ്ങൾ ഒരു 2 ഏക്കറോളം സ്ഥലത്ത് ഒരു ഫോറസ്റ്റ് വില്ലേജ്, ഒരു ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാട് ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് വലിയ ബേർഡ്സ് ഏവിയറി, പക്ഷികൾക്കൊക്കെ ഒരു 1000-1500 പക്ഷികളുള്ള കാടിൻ്റെ അകത്തൊരു ഏവിയറി, പെറ്റ് അനിമൽസ്, അതുപോലെ ഓർണമെന്റൽ ഫിഷസ്, വാട്ടർഫോളുകൾ, ബട്ടർഫ്ലൈ പാർക്കുകൾ. ഈ സിംഗപ്പൂരൊക്കെ ഉണ്ട്, സിംഗപ്പൂരൊക്കെ പോയി നമുക്ക് കണ്ടിട്ടുണ്ട്. അതുപോലെ പെറ്റ്സിന് ഫീഡ് ചെയ്യാം, ഈ ബേർഡ്സിൻ്റെ ഒപ്പം ഫീഡ് ചെയ്യാം, നമുക്ക് ഫോട്ടോ എടുക്കാം. ഒരു 2-3 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യാം. അവിടെ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്, ഫോട്ടോ ബൂത്ത് ഉണ്ട്, ഫോട്ടോസിൻ്റെ പ്രിൻറ്റ്സ് കൊടുക്കും. അപ്പോൾ കേബിൾ കാറിൽ പോയി 2-3 മണിക്കൂർ ഈ ഫോറസ്റ്റ് വില്ലേജിൽ എൻജോയ് ചെയ്ത് തിരിച്ചു വരാം. അപ്പോൾ അതൊരു സെപ്പറേറ്റ് അട്രാക്ഷനാണ്. നിലവിലിപ്പോൾ സിൽവർസ്റ്റോമിൽ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കും വാട്ടർ പാർക്കാണ്, പ്ലസ് സ്നോ പാർക്ക് ഉണ്ട്. കേബിൾ കാർ ഓൾമോസ്റ്റ് ഫൈനൽ സ്റ്റേജാണ്. ഞങ്ങൾ ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഒരാഴ്ചക്കുള്ളിൽ ഡേറ്റ് അദ്ദേഹം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓണത്തിന് മുമ്പായിട്ട് തുറന്നു കൊടുക്കുകയാണ്. അതൊരു വലിയ ലോഞ്ചായിട്ട് നടത്താനാണ് ആഗ്രഹിക്കുന്നത്. ടൂറിസം മന്ത്രി, നമ്മുടെ വ്യവസായ മന്ത്രി അദ്ദേഹത്തിനെയും റോജി മിനിസ്റ്ററും നമ്മുടെ ജില്ലയിലെ മന്ത്രിയായ ജലീഷ് മിനിസ്റ്റർ എല്ലാവരെയും കണ്ട് സംസാരിച്ചു. CMന്റെ ഡേറ്റ് കൺഫേം ചെയ്യുക, അവരെല്ലാവരും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓണത്തിന് മുമ്പായിട്ട്. തീർച്ചയായിട്ടും CMന്റെ ഡേറ്റ് കിട്ടുമ്പോൾ അത് വലിയ അനൗൺസ്മെൻറ്റോടുകൂടി വലിയ ലോഞ്ച് ഉദ്ദേശിക്കുന്നുണ്ട്. അതോടൊപ്പം ഞങ്ങൾ 25 വർഷം പൂർത്തിയായതിൻ്റെ 25 പുതിയ റൈഡുകളുമുണ്ട്. അത് ഞങ്ങൾ ഈ അടുത്ത് തന്നെ ഓപ്പൺ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് വലിയൊരു ടീമാണ്. ഞങ്ങളുടെ മർച്ചന്റ് ബാങ്ക് ബ്യൂറോ ഓഫ് ഫിനാൻഷ്യൽ സർവീസസ് എന്ന് പറഞ്ഞ് ഓപ്പറേറ്റീവ്സിലായിട്ട് നല്ല റെപ്യൂട്ടേഷനുള്ള ഒരു മർച്ചന്റ് ബാങ്കാണ്. അതേപോലെ തന്നെ ഞങ്ങളുടെ ഓഡിറ്റേഴ്സ് കൃഷ്ണമൂർത്തിയാണ്. അതേപോലെ ഞങ്ങളുടെ ലീഗൽ ഫേം രജാനി അസോസിയേറ്റ്സ് മുംബൈ, മഫ്ജി എന്ന് പറയുന്ന രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ ഏജന്റ്. ഇതേമാതിരി കുറേ അധികം ഏജൻസികൾ, പ്രൊഫഷണൽ ഏജൻസികളെല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ ഈ IPOയുടെ പ്രിപ്പറേഷൻ തുടങ്ങിയത്. ഏകദേശം 1.5 വർഷത്തോളം, പ്രത്യേകിച്ച് കഴിഞ്ഞ 14 മാസത്തോളം വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ച ഫലമായിട്ടാണ് ഇപ്പോൾ ഞങ്ങളുടെ IPO ഓപ്പണിംഗ് എന്നുള്ള ഒരു അവസ്ഥയിലെത്തിയിരിക്കുന്നത്. നമ്മളിതിലെ 61.98 lakhs ഷെയർസ് ആണ് നമ്മൾ ഇപ്പോൾ മാർക്കറ്റിൽ ഓഫർ ചെയ്യുന്നത്. 122 രൂപ മുതൽ 133 രൂപ വരെയുള്ള ഷെയർസ് ആണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. ഇതില് മർച്ചന്റ് ബാങ്കർ തന്നെ ഏകദേശം 10ഓളം ഷെയർസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലെയേഴ്സ് എന്ന് പറയുന്ന സെബിയുടെ അംഗീകൃത ഡിസ്ട്രിക്റ്റിലെ കുറെ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ആ വിഭാഗത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതാണ്. അതിൽ കുറച്ച് ആംഗിൾ ഇൻവെസ്റ്റേഴ്സും ഉണ്ട്. പൊതുജനങ്ങൾക്കായിട്ട്, അതായത് നമ്മുടെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും കുറച്ചുകൂടി ഹയർ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കുമായിട്ട് 29.5 ലക്ഷം ഷെയർസ് ആണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. അതിൽ റീറ്റെയിൽ ആൾക്ക് 2 ലോട്ടിന് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക്, ഇതിൽ SME എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ഷെയർ അല്ല, 1000 ഷെയർ ആയിട്ടുള്ള ഒരു ലോട്ട് ആണ് അവർക്ക് പറയുന്നത്. അങ്ങനെ 2 ലോട്ട്, 2000 ഷെയർ എങ്കിലും മിനിമം സബ്സ്ക്രിപ്ഷൻ ആണ്. മാക്സിമം സബ്സ്ക്രിപ്ഷൻ റീറ്റെയിലിന്റെ 2 ലോട്ടാണ്. അപ്പൊ 2,66,000 രൂപ ഒരാള് ഇൻവെസ്റ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള ഷെയർസ് ആണ് നമ്മൾ ഓഫർ ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൽ തന്നെ ഹയർ നെറ്റ്വർക്കുള്ള ആൾക്കാർക്ക് കൂടുതൽ അപ്ലൈ ചെയ്യും. കൂടുതൽ അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് പറഞ്ഞ കാറ്റഗറിയിലേക്ക് മാറും. 3 മുതൽ 7 ലോട്ട് വരെ അപ്ലൈ ചെയ്യുന്നവർ ഒരു ചെറിയ കാറ്റഗറിയിലും, 8 ലോട്ടിന് മുകളിൽ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരെ ഹൈ നെറ്റ്വർക്ക് ഇൻഡിവിജ്വൽസ് എന്നുള്ള കാറ്റഗറിയിലുമാണ് സെബി ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം കംപ്ലീറ്റ് സെബിയുടെ ഗൈഡൻസ് പ്രകാരം മാത്രമാണ് ഇതിന്റെ എല്ലാ തരത്തിലുള്ള ഇഷ്യൂ നമ്മൾ ചെയ്യുന്നത്.